ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയ്സ്. അപ്പോൾ നമ്മൾ അഡ്ലേഡിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. നമ്മളെന്തൊരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് നോക്കി പോവാണേ. ഇവിടെ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയിട്ട് അടുത്ത് നോക്കിയപ്പോൾ 21 മിനിറ്റ് വാക്കുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി 4 മിനിറ്റ്സും കൂടെ ഉള്ളൂ. നമുക്കങ്ങ് പോയി നോക്കാം. ഇവിടുന്ന് നേരെ സൈഡിലേക്ക് ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ എയർബിഎൻബി എത്തും കേട്ടോ. തൊട്ടടുത്താണ്. അപ്പൊ നമ്മളങ്ങ് പോണ വഴിക്ക് ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഒരു ഇന്ത്യൻ ക്വസ്റ്റീനൊക്കെ ഉണ്ട് കേട്ടോ. നേച്ചർ ഇന്ത്യൻ ക്വസ്റ്റീൻ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞാൽ ഇവിടെയും വരാം. അപ്പൊ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് എവിടെയാണോ ഷിറാസ്, അതെ നേരെ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ആരും പറഞ്ഞില്ല കേട്ടോ. നമ്മള് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ഇന്ത്യൻ ഗ്രോസറീസ് എന്ന് അടിച്ചു നോക്കിയപ്പോ കണ്ടൊരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് കയറി നോക്കാം നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടുമോ. അരിയൊക്കെ വാങ്ങാൻ പോകുന്ന വഴിയാണ്. നേരെ കാണുന്നുണ്ടോ ഷിറാസ് ഗ്രോസറീസ്. അകത്ത് കയറിയപ്പോൾ മുതലൊരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ്. എനിക്ക് തോന്നുന്നു ഒരു പാകിസ്ഥാനി ടച്ചൊക്കെ പോലെയാണ് തോന്നുന്നത്. നമ്മുടെ കമ്പനി മസാലകൾ അങ്ങനെയൊന്നും കണ്ടില്ല. പല മസാലകളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റ് ആണോ എന്നറിയില്ലോ, അതുകൊണ്ട് അങ്ങനെ വെസ്റ്റായിട്ടേ പോയില്ല. പിന്നെ ഇരിക്കുന്നത് പയറ്, കടല, പൊടികൾ ഐറ്റംസ്. നമ്മുടെ അരിപ്പൊടി കാര്യങ്ങളൊന്നും കണ്ടില്ല. ഗോതമ്പ് പൊടി, മൈദ സാധനങ്ങളൊക്കെ കണ്ടു. മെയിൻലി വന്നത് നമ്മുടെ അരിക്ക് വേണ്ടിയാണല്ലോ. നമ്മുടെ മട്ട റൈസ് നോക്കിയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ മട്ട റൈസ് ആയിട്ട് ഇവിടെ ഇല്ല. പച്ചരി ഉണ്ട്. പിന്നെ ഉള്ളത് ബസുമതി റൈസ് ആണ് കേട്ടോ. ബസുമതി റൈസ് നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ ഒക്കെ ഇരിക്കുന്ന കണ്ടു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, ഓയിൽ എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇന്ത്യൻ സ്റ്റോർ തന്നെ. പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കുറച്ച് ഐറ്റംസ് നമുക്ക് അവിടെ കിട്ടിയില്ല. പിന്നെ നമ്മൾ ഒരു കോക്കും ഒരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചിട്ടെങ്കിൽ ഇറങ്ങി. അപ്പൊ നമുക്ക് ഇന്ന് വീണ്ടും പോകണം. അടുത്ത ഗ്രോസറി ഷോപ്പ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഇനി കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ അടുത്ത് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കിയത്. ഇതിന്റെ പേര് ഗോൾഡൻ സ്റ്റാർ സ്പൈസസ് എന്നാണ്. അപ്പൊ അവിടെ ചെന്ന് നോക്കാം. അവിടെ നമ്മുടെ മലയാളി ഷോപ്പാണെന്ന് പറഞ്ഞത്. നമ്മുടെ മലയാളീസ് ഒരാൾ പറഞ്ഞു തന്നാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് ഇവിടെ നിന്ന് ഒരു 14 മിനിറ്റ് ബസ് ഉണ്ട്. നമ്മൾ ബസ് പിടിക്കാൻ ഇവിടെ ഇരിക്കുകയാണ്. ഒരു 5 മിനിറ്റിൽ ബസ് വരും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അവിടെ പോയിട്ട് നോക്കാം അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. 10 മിനിറ്റ് ഇടവിട്ട് ബസ് ഉണ്ട് കേട്ടോ. ഗൂഗിളിൽ നോക്കുമ്പോൾ 40 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. അത്രയൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല. കാറിലാണെങ്കിൽ ജസ്റ്റ് 9 മിനിറ്റ്സേ ഉള്ളൂ. നമ്മളങ്ങനെ ഇവിടെ വന്ന് ബസ് ഇറങ്ങി. നമ്മളത് കുറച്ചുകൂടെ അങ്ങ് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ ബസ് വന്ന വഴിക്കുണ്ടായിരുന്നു. ഇവിടെ ആൾഡി ഒക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കടകൾ ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ വഴിയൊക്കെ നോക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ അവിടെയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് ഗോൾഡൻ സ്പൈസസ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടാണ് ഈ വഴി കയറിപ്പോ. അതെ അതെ നമ്മള് കോർണറിലാണ് കേട്ടോ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഇന്ത്യൻ ഗ്രോസറി, നേപ്പാൾ, ശ്രീലങ്കൻ, പാകിസ്ഥാൻ എല്ലായിടത്തെയും ഒന്നിച്ചുണ്ട്. അപ്പൊ നമുക്ക് കയറി നോക്കാം. വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ചുവന്നുള്ളി നാട്ടിലുള്ള പോലത്തെ ചെറുത് കിട്ടിയില്ല. സവാളയുടെ സൈസുള്ള വലിയ ഉള്ളികളാണ്. ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാം അവൈലബിൾ അല്ല. പക്ഷെ മേ ബി നെക്സ്റ്റ് സീസണിൽ കിട്ടുമായിരിക്കും എല്ലാം. മോസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ് ഇവിടെ ഓസ്ട്രേലിയ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഫ്രഷ് വെജിറ്റബിൾസ് ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിപ്സ്, മിക്സർ ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ മലബാർ ടേസ്റ്റിന്റെ ആണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ജാക്മി എന്ന് പറഞ്ഞ UK-ലൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന കമ്പനിയാണത്. നമുക്ക് സ്നാക്സ് ആയിട്ട് വാങ്ങാൻ പറ്റിയ മിക്സർ, ഉപ്പേരി എല്ലാ വർഗ്ഗങ്ങളും ഉണ്ട്. പക്കാവട, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആണ് ഇവിടെ ഇരിക്കുന്നത്. എരിവുള്ള ഐറ്റംസ് ഈ സൈഡിലുണ്ട്. പിന്നെ സ്വീറ്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. മാത്രമല്ല ബിസ്ക്കറ്റ്, റസ്ക്, അങ്ങനെ നമുക്ക് കോഫിയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പല പല കമ്പനികളുടെ ഉണ്ട് കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് ആണ്. നമുക്ക് കുറേയേറെ കറികൾ ഇവിടെ ഫ്രോസൺ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ സ്നാക്സ് ഇരിക്കുന്നുണ്ട്. ബോണ്ട, വട, സമൂസ, അടകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. പിന്നെ പൊറോട്ട, ചപ്പാത്തി, പറാത്ത എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സ്നാക്സ്, കറികൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മെയിൻലി മൈക്രോവേവ് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ നേരെ നമ്മുടെ മട്ട അരി തപ്പിയാണ് പോയത്. നമുക്ക് UK-ൽ കിട്ടുമായിരുന്നു. സെയിം സാധനം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഓയിലിൻ്റെ സെക്ഷനാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഓയിലും, വെജിറ്റബിൾ, സൺഫ്ലവർ, മസ്റ്റാർഡ്, ഒലിവ്, അങ്ങനെ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ
നമ്മുടെ പൊരി, അവല് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള നല്ല വെയിറ്റുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, പിന്നെ കുക്കർ, റൈസ് കുക്കർ, പിന്നെ പാനുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ആട്ട പല കമ്പനികളുടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആശീർവാദ് 10 kg 5 kg ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുറേ ഐറ്റംസ്, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഒക്കെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ചായപ്പൊടി, കാപ്പിപ്പൊടി, ബൂസ്റ്റ്, പിന്നെ ചവനപ്രാശ്, നമ്മുടെ പായസം മിക്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ ബാക്കിയുള്ള ഓസ്ട്രേലിയൻ കടകളിലൊന്നും ചെന്നാൽ ഈ ഐറ്റംസ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ചെറിയൊരു ഏരിയയിൽ ഇത്തിരി സാധനങ്ങളേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് വേണ്ടതൊന്നും കിട്ടിയെന്ന് വരില്ല. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മസാല ഐറ്റംസ് അതും നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അച്ചാറ് പിന്നെയും പല കടകളിലും കിട്ടും, പക്ഷെ എല്ലാ അച്ചാറുകളും വെറൈറ്റി ആയിട്ട് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണം. പിന്നെ നമുക്ക് വേണ്ട പയറ്, കടല, അത് പലതരം പയറുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള പയറ് നമ്മൾ നാട്ടിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ തരം പയറും എല്ലാം ഉണ്ട്. പരിപ്പ്, അങ്ങനെ എല്ലാ വർഗ്ഗങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെയാണ് നമ്മുടെ പൊടി ഐറ്റംസ്. നമ്മുടെ പുട്ടുപൊടി, റവ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കോക്കനട്ട് ഓയിലിന്റെ സെക്ഷൻ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ പാരച്യൂട്ട് മുതൽ പല കമ്പനികളുടെ കോക്കനട്ട് ഓയിലുകൾ ഇവിടെയുണ്ട്. ഇത് നമ്മൾ UK ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന സാധനമാണ്. ഇവിടെ ഒരു ജെല്ലി സ്റ്റൈലിൽ ഇരിക്കുന്നത്, അത്രയും കട്ടിയായിട്ടില്ല, അത്ര തണുപ്പില്ലാത്തതുകൊണ്ടാണ്. ഇനി മൺചട്ടിയിൽ പാചകം ചെയ്യുന്നവർക്ക് മൺചട്ടി വേണമെന്ന് വെച്ചാൽ മൺചട്ടിയും കലവും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഫിഷും മീറ്റും എല്ലാം ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കിട്ടും. കപ്പയും എല്ലാം ഉണ്ട്. കട്ട് ചെയ്ത് ഫ്രോസൺ ചെയ്ത സാധനങ്ങളാണ്. പറഞ്ഞു വരുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഇന്ത്യൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനിയും മിക്കവാറും ഷോപ്പിങ്ങിന് വരാൻ പോകുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. കാരണം ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഇന്ത്യൻ ഷോപ്പ് ഇതായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ ഷോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഷോപ്പ് ഇതായിട്ടാണ് കാണുന്നത്. ബസ് കാത്ത് നിൽക്കുന്നു. അരി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് പൊടിയും നമ്മുടെ പയറും അരിയും എണ്ണയും എല്ലാം വാങ്ങിച്ചു. ആദ്യത്തെ മെയിൻ ഷോപ്പിംഗ് ആണിത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ അക്കോമഡേഷന്റെ അടുത്ത് എത്തിയത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഡിലേഡിലേക്ക് വരാനിരിക്കുന്നവർക്കാണെങ്കിൽ യൂസ്ഫുൾ ആയി കാണും എന്നും വിചാരിക്കുന്നു. കാരണം ഇത് അഡിലേഡ് സൗത്തിൽ നമുക്ക് ഉള്ളൊരു മലയാളി കടയിലാണ് നമ്മൾ പോയത്. പിന്നെ കൂടുതൽ അഡിലേഡ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.